നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള തല്ലുകൂടലുകളും മെസ്സേജ് അയപ്പുകളുമാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചത്. അല്ലെങ്കിൽ ഈ കോഴ്സിൽ ഈ ഒരു വീഡിയോയുടെ പ്ലാൻ എനിക്ക് ഉണ്ടായില്ല. പക്ഷേ നിങ്ങൾ കുറേ അധികം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നുണ്ട്. ആരാണ് ഏറ്റവും നല്ല ബ്രോക്കർ? അതായത് ഒരു ബ്രോക്കർ വേണം സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ആരാണ് ഏറ്റവും നല്ല ബ്രോക്കർ? Zerodha നല്ലൊരു കമ്പനി അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നത്? Zerodha വേഴ്സസ് അപ്സ്റ്റോക്സ് എന്നൊരു വിഷയം മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ എന്ന ഒരു വിഷയത്തെക്കാൾ അധികം ചൂടേറിയ ഒരു ചർച്ചാ വിഷയമായി മാറിയത് ടെലിഗ്രാം ചാനലിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അപ്സ്റ്റോക്സിൽ ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ 249 രൂപ മിനിമം പേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ച് കുറെ പേര് ജെനുവിൻലി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു ഉത്തരം തരണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനും ജനറലി ഒരു നല്ല സ്റ്റോക്ക് ബ്രോക്കറെ നിങ്ങൾക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്, Zerodha വേഴ്സസ് അപ്സ്റ്റോക്സ് എന്നൊരു വിഷയമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് തീർക്കാം. പെട്ടെന്ന് തന്നെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തന്നേക്കാം. Zerodha ആണോ അപ്സ്റ്റോക്സ് ആണോ ബെറ്റർ? ഞാൻ ഒന്ന് പറയട്ടെ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കർ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ? അത് Zerodha ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ ആരാണെന്ന് ചോദിച്ചാലോ അത് അപ്സ്റ്റോക്സ് ആണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ബ്രോക്കർ ആണെന്ന് ചോദിച്ചാലോ അതും അപ്സ്റ്റോക്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് Zerodhയും അപ്സ്റ്റോക്സും ആണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. വളരെ നല്ല വളരെ വലിയ കമ്പനീസ് ആണ് രണ്ടും. നിങ്ങൾക്ക് രണ്ടിലും തുടങ്ങാം, എനിക്ക് ഒരു ഒബ്ജക്ഷൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അപ്സ്റ്റോക്സ് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്തത്? അതിന് രണ്ട് മേജർ റീസൺസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് അപ്സ്റ്റോക്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ₹1 പോലും കൊടുക്കേണ്ട. ₹0 ആണ് അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ളത്. എന്നാൽ Zerodhaയിലാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് ₹300 വരെ കൊടുക്കേണ്ടി വന്നേക്കാം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സീരീസ്, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിന്റെ അടുത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ ₹300 കൊടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ശതമാനം ആൾക്കാരും അക്കൗണ്ട് ഓപ്പണേ ചെയ്തില്ല എന്ന് വന്നേക്കാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഫ്രീ അക്കൗണ്ട് ഉള്ള അപ്സ്റ്റോക്സ്, എന്നാൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റും ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്സ്റ്റോക്സിന്റെ സപ്പോർട്ട് വളരെയധികം നല്ലതാണ്. നല്ലൊരു സപ്പോർട്ട് സിസ്റ്റവും ടീമും അവർക്ക് ഉണ്ട്. ഇപ്പോൾ ലോക്ക്ഡൌൺ കാരണം ചെറുതായിട്ട് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു വിഷയമാണ്. ഇനി സംസാരിക്കേണ്ടത് ഇപ്പോൾ ₹249 അപ്സ്റ്റോക്സ് ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്. അതായത് ഫ്രീ അക്കൗണ്ട് ഓപ്പണിംഗ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്, എന്നാലും ₹249 ഇപ്പോൾ ചോദിക്കുന്നത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് അവരുടെ കോസ്റ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനും മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ലോക്ക്ഡൌണിന്റെ പീരീഡിൽ മാത്രമാണ് ഈ ₹249 പേ ചെയ്യേണ്ടി വരുന്നത്. അതിനുശേഷം പിന്നെയും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു പീരീഡിലേക്ക്, ലോക്ക്ഡൌണിന്റെ പീരീഡിലേക്ക് ഈ ₹249 ഉണ്ടാവും. എന്താണ് ഈ ₹249? Zerodhaയിൽ ₹300 കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ആയിട്ട്, ഫീസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. പക്ഷേ അപ്സ്റ്റോക്സിൽ ₹249 നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബ്രോക്കറേജ് ക്രെഡിറ്റ് കിട്ടും. ₹400 ബ്രോക്കറേജ് ക്രെഡിറ്റ് കിട്ടും. എന്താണ് ബ്രോക്കറേജ് ക്രെഡിറ്റ്? അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബ്രോക്കറേജ് കൊടുക്കണമല്ലോ. ഒരു ട്രേഡിന് ₹20 വെച്ച് ബ്രോക്കറേജ് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് 20 ഫ്രീ ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നു. ₹400 വരെ ബ്രോക്കറേജ് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പിന്നെ എക്സ്ട്രാ ബ്രോക്കറേജ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. ₹249 പേ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോഴും ₹151 ലാഭം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്തായാലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പഠിക്കാനാണല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ ബ്രോക്കറേജ് എന്തായാലും ഉണ്ടാവും. അതൊന്നും നേരത്തെ പ്രീ പേ ചെയ്യുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് കൺസേൺഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അപ്സ്റ്റോക്സ് തന്നെയാണ് നല്ലത്. ഇനി അതല്ല, നിങ്ങൾ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഒന്നും നിങ്ങൾക്ക് കൺസേൺ അല്ല, ഒരു വളരെ നല്ല ബ്രോക്കറെ ഉപയോഗിക്കണമെന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ Zerodhaയിലൂടെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോളൂ. അപ്സ്റ്റോക്സിൽ ഓപ്പൺ ചെയ്യാനാണെങ്കിലും Zerodhaയിൽ ഓപ്പൺ ചെയ്യാനാണെങ്കിലും രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ചെറിയൊരു തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഒരു ഫുൾ ബ്ലോൺ കമ്പാരിസൺ നമുക്ക് നടത്താം Zerodhaയും അപ്സ്റ്റോക്സും തമ്മിൽ. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബ്രോക്കറെ അളക്കേണ്ട പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റിൽ വേറെയും കുറേ ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, അവരെയും ജഡ്ജ് ചെയ്യണമെങ്കിൽ ഈ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ബ്രോക്കേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 3 ടൈപ്സ് ഓഫ് ബ്രോക്കേഴ്സ് ആണുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്ന് ബാങ്ക് ബ്രോക്കേഴ്സ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ബാങ്കിന് തന്നെ ബ്രോക്കറേജിന്റെ ഒരു വിങ് ഉണ്ടാവും. നിങ്ങൾ എത്രയോ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, കോട്ടക് സെക്യൂരിറ്റീസിലും SBIയിലും എല്ലാം ഡിമാറ്റ് അക്കൗണ്ടുള്ള എത്രയോ പേര് നിങ്ങളിലുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആണ്. ഈ ഷെയർഖാനും ഏഞ്ചൽ ബ്രോക്കിങ്ങും എല്ലാം ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൽ പെട്ടതാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ചാർജസ് വളരെ കുറവാണ്, ബ്രോക്കറേജ് വളരെ കുറവാണ്, അക്കൗണ്ട് ഓപ്പണിങ്ങും ഹാൻഡ്ലിങ്ങും അങ്ങനെ എന്ത് ചാർജസ് ഉൾപ്പെടുന്നുണ്ടോ അതെല്ലാം
എല്ലാം കുറവാണ്. നമ്മൾ നമ്മുടെ പൈസയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം, അതുപോലെ തിരിച്ചു വരാം. കുറേ പൈസ അവർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ലെസ് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ ഓപ്റ്റ് ചെയ്യേണ്ടത്. എനിക്കറിയാം ഇപ്പോഴും കുറേ ആൾക്കാർ ബാങ്ക് ബ്രോക്കേഴ്സിലും ഫുൾ സർവീസ് ബ്രോക്കേഴ്സിലും ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഹോൾഡ് ചെയ്യുന്നവർ ഉണ്ടാകും. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിന്റെ അടുത്തും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാൾക്ക് മൾട്ടിപ്പിൾ ഡിമാറ്റ് അക്കൗണ്ട്സ് മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സിന്റെ അടുത്ത് ഉണ്ടാവാം. ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യമാണ്. നേരത്തെയുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷെയർസിനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ബാങ്ക് ബ്രോക്കേഴ്സിന്റെ അടുത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിന്റെ അടുത്ത് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ അധികം ചാർജസ് നിങ്ങൾക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറേ പേരുണ്ട് മാർക്കറ്റിൽ. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് സിറോധയും അപ്സ്റ്റോക്സും. അതിന്റെ താഴെ എടുത്ത് പറയുകയാണെങ്കിൽ കുറേ കമ്പനീസ് ഉണ്ട്. 5 പൈസ ഉണ്ട്, ആലിസ് ബ്ലൂ ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും വലിയ ആ മാർക്കറ്റിലെ ലീഡേഴ്സ് ആയ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ സിറോധയും അപ്സ്റ്റോക്സും പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിലും എനിക്ക് അക്കൗണ്ട്സ് ഉണ്ട്. നിങ്ങൾ എന്നെ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ടെലഗ്രാം ചാനലിലാണെങ്കിലും യൂട്യൂബിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് കാണിക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ പ്രോഫിറ്റ് കാണിക്കുമ്പോൾ അപ്സ്റ്റോക്സിന്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും, ചിലപ്പോൾ സിറോധയുടെ സ്ക്രീൻഷോട്ട് ആയിരിക്കും. കാരണം ഇവർ രണ്ടുപേരുമാണ് ബെസ്റ്റ്. ഇവർ രണ്ടുപേരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവർ രണ്ടുപേരെയും തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞ രണ്ട് റീസൺസ് ഉള്ളതുകൊണ്ട് ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സ് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു ബ്രോക്കറെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനുള്ള 4 പാരാമീറ്റേഴ്സ് എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അത് നമുക്ക് സീറോധ വേഴ്സസ് അപ്സ്റ്റോക്സ് എന്നൊരു കമ്പാരിസണിലൂടെ മനസ്സിലാക്കാം. ഏറ്റവും ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. കാരണം ഇത് നിങ്ങളുടെ പൈസ, നിങ്ങളുടെ മണി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യാനായിട്ട് അത് സേഫ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യാറ്? അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ സൈസ്, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എല്ലാം നമ്മൾ നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് സിറോധയും അപ്സ്റ്റോക്സുമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ രണ്ടുപേരെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടുപേർക്കും ഈക്വൽ പോയിന്റ്സ് കൊടുക്കാം. സിറോധ ഇപ്പോൾ കറന്റ് ലാർജസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് വേണമെങ്കിൽ സിറോധയിൽ നമുക്ക് ഒരു ബെറ്റർ പ്രിഫറൻസ് ഇവിടെ കൊടുക്കാം. ബട്ട് അഗെയിൻ അപ്സ്റ്റോക്സ് ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണ്. രത്തൻ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല VC ഫണ്ടിങ്ങും ബാക്കിങ്ങും ഉണ്ട്. അതുകൊണ്ട് അപ്സ്റ്റോക്സും ഈക്വലി സ്ട്രോങ് ആണ്. ഇവിടെ ഇനി ആരാണ് മികച്ച ബ്രോക്കർ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ചാർജസ് ആണ്. അതായത് ഒരു ബ്രോക്കർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ബ്രോക്കറെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ജേർണിയിൽ പല വിധത്തിലുള്ള ചാർജസ് ഉണ്ടാകും. അപ്പോൾ ഓരോ ചാർജിലും ആരാണ് ബെറ്റർ എന്നും എവിടെയാണ് നമുക്ക് കൂടുതൽ പൈസ ലാഭിക്കാൻ പറ്റുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം അക്കൗണ്ട് ഓപ്പണിംഗിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്സ്റ്റോക്സിൽ 0 റുപ്പീസ് ആണ് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ആയിട്ടുള്ളത്. അതുപോലെ സീറോധയിലാണെങ്കിൽ നിങ്ങൾ ഇക്വിറ്റി മാത്രമാണ് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 200 രൂപയാണ് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ്. നിങ്ങൾ ഡെറിവേറ്റീവ്സിലും കമ്മോഡിറ്റീസിലും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 300 രൂപയാണ് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അപ്സ്റ്റോക്സിൽ ഇപ്പോൾ ഒരു 249 റുപ്പീസ് കൊടുക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. എന്നാൽ പോലും അവിടെ നിങ്ങൾക്ക് ബ്രോക്കറേജ് ക്രെഡിറ്റ് ആയിട്ട് 400 റുപ്പീസ് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പേ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ പേ ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും 151 രൂപ ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 249 റുപ്പീസ് കൊടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 151 റുപ്പീസിന്റെ ലാഭം കിട്ടുന്നു. അപ്പോൾ ആക്ച്വലി ലാഭം കിട്ടുന്നത് 249 റുപ്പീസ് പേ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും സീരിയസ് ആണ്, ട്രേഡ്സ് എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി 249 റുപ്പീസ് പേ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബ്രോക്കറേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സ്റ്റോക്കിന്റെ ഡെലിവറി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്സ്റ്റോക്സ് ആണെങ്കിലും സീറോധ ആണെങ്കിലും 0 റുപ്പീസ് ആണ് ബ്രോക്കറേജ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ആണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ അപ്സ്റ്റോക്സ് ആണെങ്കിൽ 20 രൂപ പെർ ട്രേഡ്, അല്ല എങ്കിൽ 0.05% ഓഫ് ദ ട്രേഡഡ് എമൗണ്ട്, നിങ്ങൾ ട്രേഡ് ചെയ്ത എമൗണ്ടിന്റെ 0.05%. ഇതിൽ ഏതാണോ ലോവർ ആയിട്ടുള്ളത് അതായിരിക്കും ബ്രോക്കറേജ് ഇൻട്രാഡേ ട്രേഡിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ സീറോധയുടെ കേസ് നോക്കുകയാണെങ്കിൽ 20 rupees or 0.01%, whichever is lower എന്നുള്ളതാണ്. അതായത് ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുകയാണ് എങ്കിൽ എങ്ങനെയാണെങ്കിലും 20 രൂപ എന്നൊരു ഫ്ലാറ്റ് ബ്രോക്കറേജ് ഫീയിലേക്ക് നിങ്ങൾ എത്തും. കൂടുതൽ കേസുകളിലും അതാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ 20 രൂപയിലും കുറവേ ബ്രോക്കറേജ് ജനറേറ്റ് ആകുന്ന കേസ് എങ്കിൽ നിങ്ങൾക്ക് സീറോധയാണ് ബെറ്റർ. കാരണം സീറോധയിൽ 20 രൂപയിൽ കുറവാണ് ബ്രോക്കറേജ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ സ്ലാബ് എന്ന് പറയുന്നത് 0.01% ആണ്. അതേസമയം 20 രൂപയിൽ കുറഞ്ഞ ബ്രോക്കറേജ് ജനറേറ്റ് ചെയ്യുന്ന ട്രേഡിൽ അപ്സ്റ്റോക്സിൽ 0.05% ആണ്. കുറച്ച് കൂടുതലാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ, 0.04 പോയിന്റ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും ഒബ്ജക്റ്റീവ്ലി സംസാരിക്കുകയാണെങ്കിൽ സീറോധയിലാണ് ബ്രോക്കറേജ് ചെറുതായിട്ട് കുറഞ്ഞു നിൽക്കുന്നത്.
അടുത്ത നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജസ് എന്തൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ജനറലി ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ അടുത്ത് ചാർജസ് വളരെ കുറവാണ്, ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളൂ. എന്നാൽ തന്നെ അത് നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിൽ ഇയർലി ഒരു 250 രൂപയോളം വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സിറോധയിൽ നോക്കുകയാണെങ്കിൽ ഇയർലി 350 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് നോക്കുമ്പോൾ ഇയർലി മെയിൻ്റെനൻസ് നോക്കുമ്പോൾ അപ്സ്റ്റോക്സ് 100 റുപ്പീസ് കുറഞ്ഞാണ് നിൽക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരെയും നോക്കുകയാണെങ്കിൽ റെഗുലർ ബാങ്ക് ബ്രോക്കേഴ്സും ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് ലിവറേജ് അല്ലെങ്കിൽ മാർജിൻ എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ വളരെ നന്നായിട്ട് ലിവറേജ് എന്താണെന്ന് അറിയാവുന്നതാണ്. അപ്പോൾ അപ്സ്റ്റോക്സിന്റെ കേസിൽ 28 ടൈംസ് വരെ ലിവറേജ് അപ്സ്റ്റോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിറോധ 20 ടൈംസ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർജസ് ചെയ്യുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങൾ ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഫാക്ടർ നമുക്ക് കാണാൻ പറ്റുന്നത് സപ്പോർട്ടാണ്. അതായത് നമ്മുടെ ബ്രോക്കറിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഫോണിലും മെയിലിലും ഒക്കെ കിട്ടുന്ന സപ്പോർട്ടാണ്. അതായത് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പല ഡൗട്ട്സും ഉണ്ടാകും. പ്ലാറ്റ്ഫോം റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട്സ് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടാകും. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ബ്രോക്കറെ ഫോൺ വിളിച്ചിട്ടോ മെയിലിലൂടെ സപ്പോർട്ട് എടുക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരുടെയും സപ്പോർട്ട് വളരെയധികം നല്ലതാണ്. പക്ഷേ ഇവിടെ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് പറയുന്നത് അപ്സ്റ്റോക്സ് ആണ്. അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് മലയാളം സംസാരിക്കുന്ന സപ്പോർട്ട് ടീം ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ കൂടി നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ്. ഏറ്റവും അവസാനത്തെ ഫാക്ടർ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് UI ആണ്, യൂസർ ഇന്റർഫേസ് ആണ്. യൂസർ ഇന്റർഫേസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും അതിന്റെ ടെക്നോളജിക്കൽ സ്ട്രെങ്ത്തുമാണ്. രണ്ടും ടെക്നോളജിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആണ്, വളരെയധികം സ്ട്രോങ് ആണ്. സെർവറിന്റെ സ്റ്റെബിലിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിലും രണ്ടും വളരെയധികം സ്ട്രോങ് ആണ്. മറ്റു പല പ്ലാറ്റ്ഫോംസിനെ പോലെയും ഹാങ് ആവുകയും സ്റ്റക്ക് ആവുകയും കുറേ അധികം ട്രാഫിക് വരുമ്പോൾ പ്രശ്നമാവുകയും മാർക്കറ്റിൽ വോളറ്റൈലിറ്റി കൂടുമ്പോൾ പ്രശ്നമാവുന്നതൊന്നും ഈ പ്ലാറ്റ്ഫോംസിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ യൂസർ ഇന്റർഫേസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളൊരു മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പോലും നല്ല യൂസർ ഇന്റർഫേസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം, കാണാൻ ഭംഗി ഉണ്ടാകണം, ഈസ് ഓഫ് യൂസ് ഉണ്ടാകണം, ഫംഗ്ഷനാലിറ്റി ഉണ്ടാകണം. കാരണം യൂസർ ഇന്റർഫേസ് അത്ര അധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മുടെ പൈസ കൊണ്ട് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാണ്. എസ്പെഷ്യലി നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫേസ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യേണ്ടതോ ഒരു പൊസിഷൻ എടുക്കേണ്ടി വരുന്നതോ സ്ക്വയർ ഓഫ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് യൂസർ ഇന്റർഫേസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കണം. പല ബാങ്ക് ബ്രോക്കേഴ്സിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ചിലരുടെയൊക്കെ ആപ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, വളരെയധികം വിഷമിപ്പിക്കുന്നതാണ് അവരുടെ സിനാരിയോ. ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ന്യൂജൻ ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള കുറേ അധികം റിസർച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള UI യൂസർ ഇന്റർഫേസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ അപ്സ്റ്റോക്സും സിറോധയും ഈക്വലി ഗുഡ് ആണ്, വളരെയധികം നല്ലതാണ്. ഫംഗ്ഷനലി സംസാരിക്കുകയാണെങ്കിൽ രണ്ടും വളരെയധികം നല്ലതാണ്, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. എന്നാൽ സിറോധയുടെ കേസിൽ പറയുകയാണെങ്കിൽ കുറേ അധികം ഫാൻസ് സിറോധയുടെ ക്ലീൻ UIക്ക് ഉണ്ട് എന്നുള്ളത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ഫംഗ്ഷനാലിറ്റി വെച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ടും ഈക്വലി ഗുഡ് ആണ്. അപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു ബ്രോക്കറെയും അളക്കാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ തീരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം പറഞ്ഞ് തല്ലുകൂടേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിന് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്സ്റ്റോക്സ് സജസ്റ്റ് ചെയ്തത്. ഇനി അതല്ല നിങ്ങൾ വർഷങ്ങളായിട്ട് ബാങ്ക് ബ്രോക്കേഴ്സിലോ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിലോ ഒക്കെ ട്രേഡ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സിറോധയിലാണെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത്ര ദിവസം കുറെ പേര് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഇപ്പോഴും ലാഭമായതുകൊണ്ട് അപ്സ്റ്റോക്സിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലെസൺസ് മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്സ്റ്റോക്സിന്റെ ചാർട്ട്സും അപ്സ്റ്റോക്സിന്റെ യൂസർ ഇന്റർഫേസും ഒക്കെ കാണിച്ചിട്ടായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. എന്നാലും സിറോധ കുറെ പേര് പ്രിഫർ ചെയ്യുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെസ്സേജിൽ നിന്ന് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സിറോധയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സിറോധയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാമെന്ന്, സിറോധ ട്രേഡിംഗ് ടെർമിനൽ പഠിപ്പിച്ചുകൊണ്ടും സിറോധയിൽ എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം, എങ്ങനെ സ്റ്റോക്ക് വാങ്ങാം വിൽക്കാം എന്നുള്ളതിനെ പറ്റി ഡെമോവും എല്ലാം ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് ഞാൻ വാക്കു തരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ് നല്ലതെന്നും അതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഏതാണെന്നും മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.